അതിഭയങ്കരന്മാരായിട്ടുള്ള ഷിങ്ഷി, ഓഹൻ, തെങ്ഷെ എന്നീ 3 ഡീമൺസിനെ ഹേവു സ്വതന്ത്രമാക്കുന്നതും അവരിൽ നിന്ന് ഷാവോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവളെ ടൈം റിവേഴ്സൽ ടെക്നിക്ക് ഉപയോഗിച്ച് 100 വർഷങ്ങൾക്ക് മുന്നിലേക്ക് ഹോങ്ങയും ഷാമുവും കൂടി അയക്കുന്നതും 100 വർഷങ്ങൾക്ക് മുൻപിൽ എത്തിപ്പെട്ട ഷാവോ അന്നത്തെ ഡീമൺ കിങ് ആയിരുന്ന ഹോങ്ങയെ കണ്ടെത്തുന്നതും വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അങ്ങനെ ഷാവോ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡീമൺ കിങ് ആയിട്ടുള്ള ഹോങ്ങയെ നേരിട്ട് കാണുന്നു. അവനിപ്പോൾ അവളെ പരിചയമില്ല, അതുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ ആ ഫെയ്യു ഗാർഡ്സിനോടായിട്ട് എനിക്ക് ആരെയും കൊല്ലാൻ യാതൊരു ഉദ്ദേശവുമില്ല, ഞങ്ങളുടെ ഡീമൺസിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ഉപകരണം നഷ്ടപ്പെട്ടു പോയി, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്, നിങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഭാഗങ്ങളിലൊക്കെ സെർച്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഷാവോ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയായിരുന്നതിനാൽ അവളെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. തിരികെ റൂമിലെത്തിയ ശേഷം അവളുടെ ചിന്ത മുഴുവൻ അവനെക്കുറിച്ചായിരുന്നു. അവൻ ഇപ്പോൾ പ്രിൻസസ് നിങ്ങാനായ തന്നെ കണ്ടിട്ടും പ്രത്യേകിച്ച് പരിചിത ഭാവമൊന്നും കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് അവർ തമ്മിൽ ഇതുവരെ അറിയില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എങ്ങനെയായിരിക്കും അവർ തമ്മിൽ പ്രണയത്തിലായത് എന്നൊക്കെ അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അവൾ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മുറിക്ക് പുറത്താരോ വന്നെന്ന് മനസ്സിലാവുന്നത്. അവൾ വേഗം അവിടെ ഇരിപ്പുണ്ടായിരുന്ന ബുക്ക് എടുത്ത കയ്യിൽ പിടിച്ചിട്ട് ഉറക്കം നടിച്ചിരിക്കുന്നു. ഹോങ്ങയായിരുന്നു അവിടെ എത്തിയത്. അവൻ എന്തോ തിരയുകയാണ്. അങ്ങനെ ആ മുറിയിലും തിരച്ചിൽ നടത്തുന്നു. അവൻ ഒരു സിത്താർ അന്വേഷിച്ച് വന്നതായിരുന്നു. അത് ആ റൂമിലിരിക്കുന്ന കണ്ട് അവൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ഷാവോ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവനെ കാണുന്നു. അവളും എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുറച്ചു മുമ്പ് ജോലിക്കാരിയുടെ വേഷത്തിൽ കണ്ട ആൾ അവളാണ് എന്ന് അവന് മനസ്സിലായിരുന്നു. ആദ്യം അവൻ അവളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഷാവോയ്ക്ക് അവനെ പേടിയുണ്ടോ? സാധാരണ എല്ലാ മനുഷ്യരും അവനെ കാണുമ്പോൾ പേടിച്ച് ഓടാറാണ് പതിവ്. ഇതിപ്പോൾ ഇവൾ ഇവൻ്റെ മുന്നിൽ നിന്ന് തമാശ പറയുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് അവനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ പേര് അന്വേഷിക്കുന്നു. ഷാവോ എന്നുള്ള പേരാണ് പറയാൻ തുടങ്ങിയത്. പക്ഷെ അവൾ അത് പറഞ്ഞ സമയത്ത് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. 2 തവണ ട്രൈ ചെയ്തിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതോടെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഷാവോ ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ആ പേര് തനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നും അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവളിപ്പോൾ പ്രിൻസസിൻ്റെ പേര് പറയുന്നു. ഫെയ്യു ഗാർഡ്സ് ഈ സമയം രക്ഷപ്പെട്ടു പോയ അവനെ അന്വേഷിച്ച് ആ കൊട്ടാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രിൻസസിൻ്റെ റൂമിൽ തിരച്ചിൽ നടത്തിയില്ല എന്ന് ഫെയ്യു ഗാർഡ്സിൻ്റെ തലവൻ ഓർമ്മ വരുന്നത്. അങ്ങനെ അവർ ആ മുറിയിൽ തിരച്ചിൽ നടത്താനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഹോങ്ങയെ ഈ സമയം ഷാവോയുടെ മുറിയിൽ നിന്ന് പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ അവൾ അവനെ വിടാതെ പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നു. ഒരു രീതിയിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് അവനെ കയറി പിടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വിടില്ല, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. അവൻ ബലം പ്രയോഗിച്ച് അവളെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് അവൾ പെട്ടെന്ന് അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അതോടെ അവൾക്ക് എങ്ങനെ തൻ്റെ പേരറിയാം എന്ന് അവൻ അത്ഭുതമാവുന്നു. താനവനെ സ്വപ്നം കണ്ടതാണെന്ന് അവൾ കള്ളം പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അവനെപ്പോലെ ഒരാൾ സ്വപ്നത്തിൽ വന്നിട്ട് അവൻ്റെ പേര് ഹോങ്ങ എന്നാണ് എന്ന് തന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. പിന്നെ അവൻ്റെ സഹതാപം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അവൾ കുറേ സെൻറ്റി ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. രാജകുമാരിയാണെങ്കിലും അച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ആരും എന്നെ മൈൻഡ് ചെയ്യാറില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, കുറച്ച് സമയമെങ്കിലും എന്നോടൊപ്പം ഇവിടെ ചിലവഴിക്കുമോ, കുറച്ച് നേരം എന്നോട് സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. മുമ്പ് ഇങ്ങനെയുള്ള സിമ്പതി കാര്യങ്ങൾ അവൻ്റെ അടുത്ത് വർക്കൗട്ട് ആവും എന്നുള്ളതുകൊണ്ടാണ് അവളിപ്പോഴും അത് ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും അത് അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതുമായിട്ട് എനിക്ക് എന്ത് ബന്ധമാണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അത്ര പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോഴേക്കും ഫെയ്യു ഗാർഡ്സ് ആ മുറിക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ബഹളം ഇവർ കേൾക്കുന്നുണ്ട്. ഫെയ്യു ഗാർഡ്സ് മെയിനായിട്ടും തിരഞ്ഞുകൊണ്ടിരുന്നത് ഹോങ്ങ അന്വേഷിച്ചു വന്ന ആ സിത്താർ തന്നെയായിരുന്നു. അത് എവിടെയാണുള്ളതെന്ന് ഇവർക്കും അറിയില്ല. പ്രിൻസസിൻ്റെ റൂമിൽ അതുണ്ട് എന്നാണ് തങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞ് അവർ റൂം തുറന്നു കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. പ്രിൻസസ് ഉറങ്ങിയെന്ന് പുറത്തുണ്ടായിരുന്ന സെർവൻറ്റ് പറയുന്നുണ്ടെങ്കിലും ഇവരിത് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെ അവർ ഇടിച്ചേറി അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഷാവോ ഈ സമയം നേരത്തെ ഹോങ്ങിയെ കൊണ്ടുപോകാനെടുത്ത സിത്താർ അവിടെ വാങ്ങി വെച്ചിട്ട് അത് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാദരാത്രിയിലാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഫെയ്യു ഗാർഡിൻ്റെ തലവൻ അങ്ങോട്ടേക്ക് ചെന്നത്. അവളെ കണ്ടപ്പോൾ കുറച്ച് മുൻപ് ഹോങ്ങയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ജോലിക്കാരുടെ വേഷത്തിൽ അവളെ കണ്ടത് അയാൾക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ അയാളത് ചോദിക്കുന്നുണ്ട്. ഷാവോ ഒരു പ്രിൻസസിൻ്റെ അധികാരത്തോടെയാണ് അയാളോട് സംസാരിക്കുന്നത്. ആദ്യം തന്നെ കണ്ടപ്പോൾ ബഹുമാനം കാണിക്കാഞ്ഞ് എന്താണെന്ന് അവൾ ചോദ്യം ചെയ്തു. പിന്നെ ഞാനിവിടെ ഇരിക്കാതെ ഇറങ്ങി ജോലിക്കാരുടെ വേഷത്തിൽ പുറത്ത് കറങ്ങി നടക്കുകയായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് കൂടി അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, അവൾ അന്ന് മുഴുവൻ ആ റൂമിനുള്ളിൽ തന്നെ ആയിരുന്നു, സിത്താർ പ്ലേ ചെയ്ത് സമയം കളയുകയായിരുന്നു എന്നൊക്കെ അവസാനം അയാൾ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. അയാളിങ്ങനെ അവളെ പേടിയുള്ളതുപോലെയും റെസ്പെക്റ്റ് ഉള്ളതുപോലെയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബെഡിൽ ആരുണ്ട് എന്നുള്ള സംശയം അയാൾക്കുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളിനോട് അവളുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ അയാൾ പറയുന്നു. അയാൾ പോയി നോക്കിയപ്പോൾ പക്ഷേ അവിടെ കുറച്ച് പില്ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതേപോലെ അവളുടെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സും. ഹോങ്ങയെ അവിടെ ആയിരുന്നു ഷാവോ ഒളിപ്പിച്ചത്. അവനെങ്ങോട്ട് പോയി എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് അവിടെ നിന്ന് അവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ ഗാർഡ്സിൻ്റെ തലവൻ പിന്നെയും അവളുടെ റൂമിൽ മറ്റു ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നടത്താൻ തുടങ്ങിയപ്പോൾ ഷാവോ അയാൾക്ക് പിന്നാലെ ചെന്ന് അയാളെ പിടിച്ചു നിർത്തിയിട്ട് അയാൾ കെട്ടൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. എന്തായാലും അതോടെ അയാൾ മര്യാദക്കാരനായിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ളവരെയും വിളിച്ചുകൊണ്ട് തിരികെ പോകുന്നുണ്ട്.
ഇനി ഞാൻ പറയാതെ ആരെയും അകത്തേക്ക് കയറ്റിവിടരുത് എന്ന് മോസുയിക്ക് ഓർഡർ നൽകിയിട്ട് ഷാവോ വാതിലടയ്ക്കുന്നു. എന്നിട്ട് ഹോങ്ങിയെ അവൾ മുറിയിലൊക്കെ തിരയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു ചെല്ലുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾ പുറകിലേക്ക് ആഞ്ഞ് വീഴാൻ തുടങ്ങുന്നു. അവൻ അവളെ വീഴാതെ താങ്ങി പിടിക്കുന്നുണ്ട്. ഷാവോയ്ക്ക് പെട്ടെന്ന് റൊമാൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോങ്ങെ അങ്ങനെ ആയിരുന്നില്ല. അവൾ വീഴുന്നത് കാരണം അവൾക്ക് പിന്നിലിരിപ്പുണ്ടായിരുന്ന സിത്താറിന് എന്തെങ്കിലും തകരാറ് പറ്റിയാലോ എന്ന് വിചാരിച്ചായിരുന്നു അവൻ അവളെ താങ്ങി പിടിച്ചത്. അവൻ നേരെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഷാവോയ്ക്ക് അത് മനസ്സിലാവുന്നത്. അത് അവളെക്കുറിച്ച് നിരാശയാക്കുന്നുണ്ട്. ഹോങ്ങെ അവളെ മൈൻഡ് ചെയ്യാതെ ആ സിത്താറിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അത് വായിക്കാനായി തുടങ്ങുന്നു. അവൻ അതിനോട് ഇത്ര താല്പര്യം എന്താണെന്ന് ഷാവോ അന്വേഷിക്കുന്നുണ്ട്. അവൻ പക്ഷേ അതിന് മറുപടി നൽകാതെ അത് വായിക്കാൻ തുടങ്ങുന്നു. ഇതിൻ്റെ സൗണ്ട് ആ ഫെയ്യു ഗാർഡ്സും കേൾക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഷാവോ ആണ് ഇത് വായിക്കുന്നതെന്നാണല്ലോ. പിന്നെ അവളുടെ ഇപ്പോഴത്തെ പ്രതികരണവും ആ തലവനെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ ഒരു സാധാരണക്കാരിയായി കണക്കാക്കാൻ പറ്റില്ല. ഇനി മുതൽ എപ്പോഴും അവളുടെ സ്ഥലത്തിന് നമ്മുടെ ഒരു കണ്ണുണ്ടാവണം എന്ന് അയാൾ ബാക്കിയുള്ളവർക്ക് ഓർഡർ നൽകുന്നുണ്ട്. ഷാവോ ഹോങ്ങയെ വായിക്കുന്നത് നന്നായി ആസ്വദിക്കുന്നു. അവൻ ഇത്ര നന്നായി ഇത് വായിക്കാൻ അറിയാമെന്നുള്ള കാര്യം അവൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നല്ലോ. മുമ്പിൽ കാര്യം പറയാതിരുന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് എന്ന് അവൻ അന്വേഷിച്ചപ്പോഴാണ് അതൊന്നും അവനറിയില്ലല്ലോ എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മയായിരുന്നു. അവൾ പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞത് മറയ്ക്കുന്നു. ഈ സിത്താർ ഞങ്ങളുടെ പൂർവികരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഉപകരണമാണ്. ഇത് അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് നിന്റെ മുറിയിലുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നൊക്കെ ഹോങ്ങെ പറയുന്നു. അപ്പോഴാണ് അവൻ്റെ പ്രൈമോഡൽ സ്പിരിറ്റിനെ കളക്ട് ചെയ്യുന്നതിന് അവൻ്റെ 2 കണ്ണുകളിൽ കണ്ണുനീർ മതി എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഇത് നൽകുന്നതിന് പകരമായിട്ട് എനിക്ക് കുറച്ച് കണ്ണുനീര് നൽകുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹോങ്ങി അത് സമ്മതിക്കുന്നു. അങ്ങനെ ഷാവോ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഹോങ്ങിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല. അവൾ 2 ചെറിയ ഗ്ലാസ്സൊക്കെ എടുത്ത് അവൻ്റെ 2 കണ്ണിന് മുന്നിലായിട്ട് പിടിച്ചിട്ട് ഇത് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് കണ്ണിലോട്ട് കാറ്റടിപ്പിക്കുകയും കണ്ണടയ്ക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നേരം ശ്രമിച്ചിട്ടും കണ്ണുനീരൊന്നും ഒരു തുള്ളി പോലും വരുന്നില്ല. ഞാൻ ഇന്നുവരെ കരഞ്ഞിട്ടില്ല. വലിയ വലിയ മഹാദുരന്തങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എങ്ങനെ വരാനാണ്? അത് നടക്കാൻ പോകുന്നില്ല. എനിക്കിതൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഹോങ്ങെ ആ സിത്താരം എടുത്തുകൊണ്ട് അവിടെ നിന്നിട്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഷാവോയുടെ പിടിവെള്ളം നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൾ അത് കൊടുത്തു വിടാൻ സമ്മതിക്കുന്നില്ല. നീ എൻ്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണെന്ന് പറഞ്ഞാണ് അവൾ അതിൽ പിടിച്ചിർത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഞങ്ങളുടെ ഉപകരണമാണ്, നിങ്ങൾ മനുഷ്യരാണ് ഇത് തട്ടിയെടുത്തതെന്ന് പറഞ്ഞ് ഹോങ്ങയും വാദിക്കുന്നുണ്ട്. ഇത് എൻ്റെ അച്ഛൻ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള ആകെ ഒരേ ഒരു സമ്മാനമാണ്. ഇത് നീ എടുത്തുകൊണ്ട് പോയാൽ അച്ഛൻ എന്ത് വിചാരിക്കും? എന്നെ ഇതുവരെ ആരും ഇവിടെ മൈൻഡ് ചെയ്യാറേ ഇല്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഷാവോ കുറേ സെൻറ്റ് ഡയലോഗ് അടിച്ച് അവൻ്റെ മുന്നിൽ നിന്ന് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ അവന് ചെറിയ സിമ്പതിയൊക്കെ തോന്നിയിട്ട് ഈ കണ്ണുനീരല്ലാതെ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു, അതെന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്, ഇത് നടക്കുന്ന ആരുമല്ല എന്നവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നോടൊപ്പം കുറേ സമയം ചിലവഴിച്ച് സംസാരിച്ചാൽ മതിയെന്ന് ഷാവോ പറയുന്നു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും അവനെ കരയിച്ച് കണ്ണുനീർ കളക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഷാവോയുടെ പ്രതീക്ഷ. അങ്ങനെ അവർ 2 പേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഷാവോ അവനെ അവിടെ പിടിച്ചിട്ടാൻ വേണ്ടി വെറുതെ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിനൊക്കെ കാര്യമായി മറുപടി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തതൊന്നും അവർ അറിയുന്നതേയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവന് തന്നോട് ഒരു ഇഷ്ടം തോന്നുന്നത് പോലെ ഇടയ്ക്ക് ഷാവോയ്ക്കൊന്ന് ഫീൽ ചെയ്യുന്നു. അതവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവളിപ്പോൾ പ്രിൻസസ് നിങ്ങാനാണല്ലോ. തന്നെ ഇഷ്ടപ്പെടാതെ നിങ്ങാനെ അവൻ ഇഷ്ടപ്പെടുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, എന്നിട്ട് ഞാനെങ്ങനെയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് ഹോങ്ങെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഷാവോയ്ക്ക് അത്ര വിശ്വാസം വരുന്നില്ല. അവൾക്ക് പഴയ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തായാലും ആ വിഷയം വിട്ടിട്ട് അവൾ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കാൻ അവൻ അറിയാമോ എന്ന് അവൾ വെറുതെ ചോദിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ അതിനെപ്പറ്റിയൊന്നും അറിയാമായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവനതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. എന്തായാലും അവന് വേണ്ടി താൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ അവിടുത്തെ കിച്ചണിലേക്ക് ചെല്ലുന്നു. പ്രിൻസസ് നേരിട്ട് കിച്ചണിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാരെല്ലാം ആകെ പേടിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം, അവൾ അവിടെ നിന്ന് പോയാൽ മതി, അവൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തങ്ങൾക്ക് അതിൻ്റെ പണിഷ്മെൻറ്റ് നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷാവോയ്ക്ക് സ്വന്തമായിട്ട് തന്നെ അത് ഉണ്ടാക്കുകയും വേണം. അവസാനം അവരോട് തന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. സെർവൻസ് എല്ലാവരും കൂടിയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അവൾക്ക് റെഡിയാക്കി കൊടുത്തത്. അവസാനം അവളത് പ്രിപ്പയർ ചെയ്തിട്ട് അതുമായിട്ട് ഹോങ്ങയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അതിന് മുമ്പ് അവൾ ഒരു ചെറിയ പണി ഒപ്പിക്കുന്നുണ്ട്. അതിൽ കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അത് കഴിക്കുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമല്ലോ, അതാണ് അവളുടെ പ്രതീക്ഷ. അതിൽ നിന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിൽ കൂടുതൽ എരിവുണ്ട് എന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് അവൾ അതുമായി ഹോങ്ങയുടെ അടുത്തെത്തിയത്. പക്ഷേ ഹോങ്ങെ നല്ല ടേസ്റ്റുള്ള രീതിയിൽ അത് കഴിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഷാവോ അടുത്ത് നിൽക്കുകയാണ്. അവസാനം അവൾക്ക് നിരാശയാവേണ്ടി വരുന്നു. അങ്ങനെ അവൾ അടുത്ത മാർഗം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കുറേ ഓണിയൻസ് അവൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് അതൊന്ന് പൊളിക്കാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നു. അവൻ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു തുള്ളി കണ്ണുനീര് പോലും അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്നില്ല. അടുത്തിരിപ്പുണ്ടായിരുന്ന ഷാവോ ആണെങ്കിൽ കരഞ്ഞു കരഞ്ഞൊരു വഴിയാവുന്നുണ്ട്. ഞാനിച്ചിരി സവാള പൊളിച്ചിരുന്നതിന് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് അവനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ മാർഗവും ഫ്ലോപ്പ് ആവുന്നു.
പിന്നെ അവൾ എന്തോ ഒരു പൗഡർ സംഘടിപ്പിച്ചിട്ട് അത് അവൻ്റെ മുഖത്തേക്ക് ഊതി വീത്തിക്കാനായി തുടങ്ങുന്നുണ്ട്. ആ പൗഡർ കണ്ണിൽ വീണ് കഴിയുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകേണ്ടതാണ്. അങ്ങനെയാണ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് അവൾ വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് അവൾ ആ പൗഡർ എടുത്ത് അവൻ്റെ മുന്നിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് കതവ് തനിയെ തുറന്ന് കാറ്റ് വീശുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി അവളുടെ മുഖത്തേക്ക് തന്നെ നേരെ വീഴുന്നുണ്ട്. അതോടെ അതും ഫെയിലാവുന്നുണ്ട്. പിന്നെ ശാവ മറ്റൊരു മാർഗം ട്രൈ ചെയ്ത് നോക്കുന്നു. അവനെ കുറച്ച് വായനയൊക്കെ കൊടുത്തിട്ട് അവനുമായിട്ട് കുറച്ച് സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ ഷെയർ ചെയ്യാമെന്ന് അവൾ വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റൂഫിൻ്റെ മുകളിൽ പോയിരുന്ന് വൈൻ കഴിക്കാൻ തുടങ്ങുന്നു. ശാവ കുറച്ച് സെൻറ്റി ആയിട്ടുള്ള കഥകളൊക്കെ അവനോട് പറയുന്നുണ്ട്. പറഞ്ഞ് അവൾ കറിഞ്ഞ് ഒരു വിധത്തിലാവുന്നുണ്ട്. അവന് ഒരു മാറ്റവുമില്ല. വൈൻ കുടിച്ച് അവൻ നല്ല ഫോമിലാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ശാവോ ഇത് അവന് കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലായത് അവളാണ്. അവനാണെങ്കിൽ ഒരു കുലുക്കവുമില്ല. ഞാൻ ഇന്ന് വരെ വൈൻ കഴിച്ച് ഇങ്ങനെ ആയിട്ടില്ല എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത്. അങ്ങനെ നല്ല ഫോമിലായി കഴിഞ്ഞപ്പോൾ അവൻ പഴയ ഹോമിയാണ് എന്നുള്ള കാര്യമൊക്കെ ശാവോ അങ്ങ് മറക്കുന്നു. നന്നായി കാറ്റടിച്ചപ്പോൾ അവൻ ഇപ്പോഴത്തെ സ്പിരിച്വൽ പവറൊക്കെ നഷ്ടപ്പെട്ട തൻ്റെ ലവറായിട്ടുള്ള ഹോമിയാണ് എന്നുള്ള ധാരണയിൽ നിനക്ക് കാറ്റടിച്ച് തണുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൾ പറയുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാവാതെ അവൻ കുറച്ച് സമയം അമ്പരന്നിരിക്കുന്നുണ്ട്. പിന്നെ അവൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് അവനെ ചെറുതായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡീമനാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് അവൻ ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ശാവോ ചിരിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു. അത് മാത്രമല്ല അവനെപ്പറ്റി വളരെ നന്നായി അറിയാം എന്നുള്ള രീതിയിൽ അവൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നതിനും അതിനെ പല അറകളായിട്ട് പൂട്ടി വെച്ചിരിക്കുന്നതിനെ പറ്റിയും അതിനൊക്കെ അവൻ ഓരോ പേരുകൾ നൽകിയിരിക്കുന്നതിനെ പറ്റിയുമൊക്കെ അവൾ വളരെ വിശദമായി തന്നെ അവനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നീ ശരിക്കും മനുഷ്യരുടെ ഇടയിലെ രാജകുമാരി തന്നെ ആണോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം എന്നാണ് ശാവോ പറഞ്ഞത്. അല്ലാതെ അവൾ വ്യക്തമായിട്ട് ഒരു മറുപടി പറയുന്നില്ല. അങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൾ മദ്യലഹരിയിൽ മയങ്ങിപ്പോകുന്നുണ്ട്. താഴേക്ക് വീണ് പോവാതെ ഹോങ്ങി അവളെ ചേർത്ത് പിടിക്കുന്നു. അടുത്ത ദിവസം ഷാവോയ്ക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അവളെ റൂമിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അതൊന്നും അനുസരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ചാടിയതിനൊക്കെ ആയിട്ട് രാജാവ് അവളെ വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ്. കൊട്ടാരത്തിലുള്ളവർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ ഇമ്പോസിഷൻ എഴുതാനായിട്ട് അത് വായിച്ച് പഠിക്കാനൊക്കെ ആയിട്ടാണ് അവൾക്ക് പണിഷ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പുസ്തകങ്ങളിൽ നോക്കി അവൾ ആകെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഓങ്ങെ കുറച്ച് പ്ലം പൂക്കളുമായിട്ട് അവളുടെ അടുത്ത് എത്തുന്നു. അത് അവളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. പൂവൊക്കെ വാങ്ങി വെച്ച ശേഷം ഷാവോ അവനെ പിടിച്ചിരുത്തി കുറേ സെൻറ്റി ആയിട്ടുള്ള സ്റ്റോറീസ് വായിച്ച് കേൾപ്പിക്കുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോഴെങ്കിലും അവൻ കരയും എന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷേ കഥ വായിച്ച് അവൾ കരഞ്ഞല്ലാതെ അവന് യാതൊരു എഫക്റ്റും ഇല്ല. അവൻ അവിടെ ഇരുന്ന് ഉറക്കം തോന്നുകയും ചെയ്യുന്നു. അവനിരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഷാവോയ്ക്ക് കലി കയറുന്നുണ്ട്. അവൾ കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് അവനിട്ടെണ്ണം കൊടുക്കുന്നു. രാജാവിൻ്റെ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് അവളെ ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. അതിനായിട്ടൊരു മാസ്റ്ററുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്ന സമയത്തൊക്കെ ശാവോ ആകെ ഉഴപ്പി ഡാൻസ് കളിക്കുന്നത് പോലെ വാളും കൊണ്ട് വെറുതെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അവൾ 2 വർഷം കഴിഞ്ഞാൽ പോലും അവിടെ നിന്ന് പുറത്ത് പോകാൻ പോകുന്നില്ല എന്ന് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവൾ വളരെ പെട്ടെന്ന് തന്നെ ആ അഭ്യാസമുറ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ പറയാനായി മുന്നോട്ട് നടക്കുന്ന സമയത്ത് എന്തിലോ ചവിട്ടി മറിഞ്ഞു വീഴുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാസ്റ്റർ പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ചവിട്ടി വീണ സാധനം ഷാവോ കാണുന്നത്. അതെങ്ങനെ അവിടെ എത്തിയെന്ന് അവൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. തൊട്ട് പുറകിൽ ഹോങ്ങയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് അവനാണ് അതിന് പിന്നിലെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവനെ ഒന്ന് പറ്റിക്കുന്നതിന് വേണ്ടി അവൾ വാളും കൊണ്ട് അവൻ്റെ നേർക്ക് തിരിയുന്നുണ്ടെങ്കിലും അവൻ ചെറുതായി ഒന്ന് തട്ടിപ്പോഴേക്കും അവൾ അതുമായി പുറകിലേക്ക് വീഴാൻ തുടങ്ങുന്നു. അവൾ വീഴാതിരിക്കാനായി ഹോങ്ങയെ പെട്ടെന്ന് അവളെ താങ്ങി പിടിക്കുന്നു. പക്ഷെ കൈകൊണ്ട് പിടിക്കാതെ ആ വാൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതുകൊണ്ടാണ് അവൻ അവളെ താങ്ങി പിടിച്ചത്. ആ സമയത്ത് വാൾ കയ്യിൽ പിടിച്ചത് കാരണം അവൻ്റെ കയ്യിലൊരു മുറിവുണ്ടാവുന്നുണ്ട്. ഷാവോ നേരെ നിന്ന ശേഷം അവനെ അതിനെ വഴക്ക് പറയുന്നു. അവൾ നേരത്തെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള ബുക്കിൽ ആണും പെണ്ണും തമ്മിൽ അങ്ങനെ അടുത്ത് ഇടപഴകാൻ പാടില്ല എന്നൊക്കെ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൈകൊണ്ട് പിടിക്കാതെ വാള് കൊണ്ട് പിടിച്ചതെന്ന് അവൻ പറയുന്നു. ഷാവോനെ വഴക്ക് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മരുന്നിൽ മുറി വെക്കാനായി തുടങ്ങുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ സമയത്ത് അവളുടെ കാല് പെട്ടെന്ന് വേദനിച്ചിട്ട് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഹോങ്ങി അവളെ പൊക്കിയെടുത്തുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത്. അകത്തേന്ന് അവൾ മുറിവിൽ കുറച്ച് മരുന്നൊക്കെ പുരട്ടി അതൊന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തനിയെ ഉണങ്ങിക്കോളുമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ വഴക്ക് പറയുകയാണ്. എന്തായാലും ഇങ്ങനെ ഓരോരോ സംഭവങ്ങളിലൂടെ ഇവരുടെ അടുപ്പം കൂടി വരികയാണ്. അടുത്ത ഒരു ദിവസം ഹോങ്ങയെ അവളെ അവിടെയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി സൺറൈസ് കാണിച്ചു കൊടുക്കുന്നു. അവൻ അവിടെ അവൾക്കൊപ്പമുള്ളത് വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. ഇവരിങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫെയ്യു ഗാർഡ്സിൻ്റെ തലവൻ ഒരു മാതൃക കണ്ണാടി ഉപയോഗിച്ച് ഷാവോ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നു. അങ്ങനെ ഹോങ്ങയെ അയാൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ കൂടെ ഉണ്ടായിരുന്നവരോട് അവന് നേരെ അമ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ അമ്പ് ചെയ്യുന്നുണ്ട്. ഷാവോ പെട്ടെന്ന് അതിന് മുന്നിൽ കയറി നിന്ന് ഹോങ്ങയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ അത് കൈകൊണ്ട് പിടിച്ചിട്ട് നീ എന്തിനാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നുണ്ട്.
ഫെയ്യുഗാർഡ്സിൻ്റെ തലവനാണെങ്കിൽ ഹോങ്ങിയെ അവിടുത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരോടും അമ്പയ്യാനായി തയ്യാറെടുക്കാൻ പറയുന്നു. പക്ഷെ ആരും എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതല്ല, ഞാൻ ഡീമൻ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു പറ്റിയതാണ് എന്ന് പറഞ്ഞ് ഷാവോ ഹോങ്ങിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. തന്നെ തടയാൻ ശ്രമിച്ചാൽ അവളെ താൻ കൊല്ലും എന്ന് പറഞ്ഞ് ഹോങ്ങിയെ ഫെയ്യുഗാർഡ്സിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് രഹസ്യമായിട്ട് ഷാവോയോട് ഈ കൊട്ടാരത്തിൽ ബോറടിച്ചിങ്ങനെ കഴിയാതെ എനിക്കൊപ്പം ചുറ്റിക്കറങ്ങാൻ വരുന്നുവെന്ന് ഷാവോയോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ അവൾ പറയുന്നു. അങ്ങനെ ഹോങ്ങിയെ അവളെയും കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്.